അനുഗ്രഹത്തിൻ്റെ സമർപ്പണ പ്രാർത്ഥിച്ചല്ല. ശിരസ് നമിച്ച് കൈകൾ കുപ്പി ആദരവോടെ പത്തിയോടെ നിൽക്കണേ. കർത്തൃസന്നിധിയിലാണ് നിൽക്കുന്നത്. നമുക്കുണ്ടാകുന്നൊരു ഗുണം, കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയാണ് നമുക്ക് വേണ്ടി ഇപ്പോൾ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത്. എൻ്റെ അമ്മയെ പരിശുദ്ധമേ ദേവമാതാവേ, അമ്മയുടെ പ്രത്യക്ഷിക്കുന്ന സാക്ഷികളാക്കി അങ്ങ് മക്കളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ ഇല്ലായ്മയിൽ ഈശോയെ ഒരു ഭാഗഭാക്കാക്കിക്കൊണ്ട് ദൈവതിരസ്ഥന് അതിനൊരു പരിഹാരം തേടുന്ന അമ്മയുടെ സ്വർഗീയമായ ദൗത്യം ഏറ്റെടുത്ത് നടത്തുന്ന ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച 10,000-കണക്കിന് മനുഷ്യരുടെ നിയോഗങ്ങളെ ലേറ്റക്കാന് റിക്വസ്റ്റ് ഓൺലൈൻ ഉടമ്പടി ചെയ്തവർ, തീർത്ഥാടന ഉടമ്പടി ചെയ്തവർ, കൃപാസനത്തെ സന്ദർശിച്ച് പ്രാർത്ഥിച്ചവർ, അമ്മയുടെ സന്നിധാനം കണ്ടു പ്രാർത്ഥിച്ച എല്ലാ മക്കളെയും ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവെ, കുടുംബത്തോളം രാജ്യത്ത് പട്ടിണി ഇല്ലെങ്കിലും പട്ടിണിയുള്ളവർ ഇപ്പോഴും ഉണ്ട് ഈശോയെ. അവർ സാമ്പത്തികമായ കടങ്ങൾ വന്നു പോയവരുണ്ട്, ബിസിനസ്സിൽ തകർന്നു പോയവരുണ്ട്, അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ സാമ്പത്തികമായ തകർച്ച വന്നു പോയവരുണ്ട് ഈശോയെ. അവരുടെ മക്കൾ അനുഭവിക്കുന്ന ത്യാഗങ്ങളെ ഈ സമയത്ത്, സങ്കടങ്ങളെ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർക്ക് അവരുടെ ജീവിത സാഹചര്യം കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റണില്ല. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈശോ. അവരെ നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ചെറിയ ചെറിയ ജോലി ചെയ്തുകൊണ്ട് ഓരോ സ്ഥാപനം നിൽക്കുന്നുണ്ട് ഈശോയെ. അവർക്ക് ആ ജോലിക്ക് പുരോഗമനവും ഇല്ല, ആ ജോലി ഇട്ടിട്ട് പോരാനും പറ്റത്തില്ല. അങ്ങനെ വിഷമിക്കുന്ന ആൾക്കാരുണ്ട് ഈശോയെ. അവർക്ക് അവരുടെ സ്വസ്ഥവും സമാധാനവും സുരക്ഷിതമായി അവർക്കൊരു വരുമാന മാർഗം, ന്യായമായൊരു വരുമാന മാർഗം കിട്ടാവുന്ന സ്ഥലങ്ങളിലേക്ക് കർത്താവേ അവർ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. കർത്താവേ, 36 വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണം നടക്കാത്ത മക്കൾ ഒത്തിരി പേരുണ്ട് ഈശോയെ. ജീവിത പങ്കാളി കിട്ടാത്ത പുരുഷന്മാരുണ്ട്, സ്ത്രീകളെയൊക്കെ കൊണ്ട് പുരുഷന്മാരുണ്ട്. അതിൻ്റെ പേരിൽ ഭവനങ്ങളിലൊക്കെ വല്ലാത്ത അസ്വസ്ഥങ്ങളും സ്ഫോടനാത്മകമായ അന്തരീക്ഷമുണ്ട് ഈശോയെ. കർത്താവേ, മുതിർന്നതിനെ പഠിപ്പിച്ചവരെ ഗതി പിടിക്കാതിരിക്കുകയും ചെയ്ത കാരണം കുടുംബത്തിൽ മറ്റുള്ളവർക്ക് പഠിക്കാൻ പറ്റാതെ വരികയും അവർ താന്തോന്നികളായിട്ട് ജീവിക്കേണ്ടി വരികയും ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ളവരുണ്ട് ഈശോയെ. അങ്ങനെ എത്തരത്തിൽ കുടുംബങ്ങളാണ് ഈശോയെ. സങ്കടങ്ങൾ തങ്ങളോട് എന്തെല്ലാം തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും ആരും അറിയിക്കാതെ കടിച്ചമർത്തി ഈ വിഷം ഇറക്കാനും പറ്റത്തില്ല, തുപ്പാനും പറ്റാത്ത രീതിയിൽ പരിഭ്രാന്തരെ നടക്കുന്നവരുണ്ട് ഈശോയെ. ഈശോ, അവരെല്ലാം നീ ഞങ്ങളെ ഓർക്കുന്ന കർത്താവ്. കൃപാസനം ആൾത്താർ ജനകൂടി ജലരക്ഷകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവിടെ പ്രാർത്ഥനയോട് കൂടി തന്നെ കർത്താവ് ഞങ്ങളതെല്ലാം സമർപ്പിക്കുന്നത്. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ, വിദ്യാർത്ഥികളുടെ, ഉദ്യോഗസ്ഥന്മാരുടെ, ജോലി അന്വേഷിക്കുന്നവരുടെ, ജോലി നഷ്ടപ്പെട്ടവരുടെ, വീടില്ലാത്തവരുടെ, വഴിയില്ലാത്തവരുടെ, സ്ഥലമില്ലാത്തവരുടെ, ഇഴജന്തുക്കളുടെ, ശുദ്ധജീവികളുടെ ആക്രമണങ്ങളുള്ളവർ, വന്യമൃഗങ്ങളുടെ ആക്രമണമുള്ളവർ, കർത്താവ് എന്തെല്ലാം തരത്തിലുള്ള പീഡകളാണ് അവരുടെ മക്കൾ അനുഭവിക്കുന്ന ഈശോയും മറ്റ് അയൽവാസികളുടെ ദുരിതങ്ങൾ, മറ്റു തരത്തിലുള്ള മുഷ്കുള്ളവരുടെയും തണ്ട് രോഗികളുടെയും ചട്ടമ്പികളുടെയും തോന്നിയവാസങ്ങൾ, ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾ, കർത്താവ് ചതിയന്മാരുടെ പരിക്കുകളെല്ലാം അനുഭവിച്ച കുടുംബങ്ങൾ എല്ലാവരെയും കർത്താവേ ഈ ഒറ്റ പ്രാർത്ഥന കൂടെ നീ വിടുവിച്ച് നിലനിർത്തി അവരെ ആശ്വസിപ്പിച്ച് നീ അവിടെ കൂടെ നിന്നുകൊണ്ട് അവർ സന്ധിക്കണം പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വീശ്വരൻ നീക്കും. ആമേൻ.